ആളുകളുടെ ഇടയിൽ പണക്കാരനാകാൻ ചെയ്യല്ല, ആളുകളുടെ ഇടയിൽ ആദരവ് കിട്ടാൻ ചെയ്യല്ല, ആളുകളൊക്കെ എഴുന്നേറ്റ് നിൽക്കാൻ ചെയ്യല്ല, ആളുകളൊക്കെ അടുത്ത് വരാൻ ചെയ്യല്ല. ചെയ്യുന്നതിലില്ല, അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യൂ മനുഷ്യ. അവൻ വേണ്ടതൊക്കെ ചെയ്തു തരും മനുഷ്യ, വേണ്ടതൊക്കെ തരും മനുഷ്യ. ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടി ചെയ്യണം. ഖുർആൻ ഓതുന്നു, അള്ളാഹുവിന് വേണ്ടി ഖുർആൻ ഓതണം. അള്ളാഹിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെയ്യണം. സലാത്ത് ചൊല്ലുന്നു, അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യണം. ഖുർആൻ ഓതുന്നു, അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യണം. സുന്നത്ത് നിസ്കരിക്കുന്നു, അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യണം. സലാത്ത് ചൊല്ലുന്നു, അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യണം. അങ്ങനെ എന്ത് ചെയ്യുമ്പോഴും അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തോ, അവന്റെ പൊരുത്തത്തിന് വേണ്ടി ചെയ്തോ, അവന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്തോ, അത് നിനക്ക് പ്രതിഫലാർഹമാ, നിനക്ക് കൂലി കിട്ടാൻ കാരണമാ, നിനക്ക് പ്രതിഫലം കിട്ടാൻ കാരണമാ. സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ജീവിച്ചിരുന്നൊരു മനുഷ്യൻ. നാട്ടിലെ എല്ലാവരും അയാളെ കുറ്റം പറയുന്നു, നാട്ടിലെ എല്ലാവരും അയാളെ നിസ്സാരപ്പെടുത്തുന്നു, നാട്ടിലെല്ലാവരും അയാളെ കുറ്റങ്ങൾ ഇങ്ങനെ പറയാണ്. കാരണം അയാൾ പല തെറ്റും ചെയ്യുന്നതായി മുമ്പ് അറിവുണ്ടായിരുന്നു. അയാൾ തൗബ ചെയ്തതോ, അയാളെ മനസ്സ് നന്നായതോ ഇവരറിയൂല. അയാൾ റബ്ബിലേക്ക് മടങ്ങിയ വിവരം അവരറിയൂല. അത് ഇയാൾ ജീവിതം അത് അല്ലാഹുവിലേക്ക് മടങ്ങിയിട്ടുണ്ടെങ്കിലും കണ്ടാൽ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നു എന്ന് തോന്നുന്ന രൂപത്തിൽ അയാളെ ജീവിതം കാഴ്ചവെക്കുന്നില്ല. അയാൾ ആൾക്ക് ജീവിച്ചിരുന്നൊരു മനുഷ്യനാ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കാലത്ത് ഈ മനുഷ്യനങ്ങ് മരിച്ചു പോയപ്പോൾ നാട്ടുകാരും മറവി ചെയ്യാനെടുത്തു, കഫൻ ചെയ്തു പോയി. ചെയ്യുമ്പോ പലരും ഇയാളെ കുറ്റം പറയാണോ, പലരും അയാളെ നിസാരപ്പെടുത്തുകയാണ്. അയാളെ മുഖം നോക്കുമ്പോ കറുത്ത മുഖമാ, കറുത്തു വിരുണ്ട മുഖമാണ്. ആ മനുഷ്യൻ മരണത്തിന്റെ സമയമെത്തിയപ്പോ വിളിച്ചു പറയുന്നത് ഒരാൾ കേട്ടിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ എന്റെ നാവിൽ അധികരിപ്പിച്ചത് എന്റെ ഹബീബിന്റെ സ്വലാത്താണല്ലോ അല്ലാഹ്, അതുകൊണ്ട് എന്റെ ഹബീബ് എന്നെ കൈയൊഴിക്കൂല എന്ന് വിളിച്ചു പറയുന്ന ശബ്ദം കേട്ടിട്ടുണ്ട്. മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ മുഖം കറുത്തു കിടക്കുന്നു. അതാ മരണം കഴിഞ്ഞ് വന്ന് ജനങ്ങളൊക്കെ കഫൻ ചെയ്യാൻ നിൽക്കുമ്പോ അതാ ഒരു പക്ഷി ഇങ്ങനെ ചിറക് വിരിക്കുന്നു, മുഖത്തിങ്ങനെ തടവി കൊടുക്കുന്നു. മുഖത്തിന്റെ നിറം മാറിപ്പോയി, മുഖത്ത് പ്രകാശം വന്നുപോയി. ആ മനുഷ്യനെ കൊണ്ടുപോയി ഖബറിലേക്ക് വെക്കുമ്പോൾ, ഖബറിലേക്ക് മൂടാൻ വെക്കുമ്പോൾ, ഖബർ രണ്ടിനുമുണ്ട്, രണ്ട് വീതം കബറുകളുണ്ട്. നമ്മളെ നാട്ടിലൊക്കെ ഉള്ള കബർ എന്ന് പറഞ്ഞാൽ കുഴിച്ചിട്ട് മൂട് വല വെച്ചിട്ട് മൂടിക്കളയുന്ന കബറാണ്. കാരണം നമ്മളെ നാട്ടിലെ കബറല്ല, നടക്കൂല. വലിയ കുഴി ഉണ്ടാക്കിയിട്ട് അതിന്റെ ഉള്ളിലേക്കൊരു ഗുഹ പോലെ ഒരു ദ്വാരം ഉണ്ടാക്കിയിട്ടില്ലേ, അതുണ്ടാക്കിയാൽ ചിലപ്പോൾ അത് പൊളിച്ചു വീഴും. നമ്മളെ നാട്ടിലെ മണ്ണ് ഇതിന് പറ്റൂല. ആ കബർ അങ്ങനെയായിരുന്നു. കബർ കുഴിച്ചിട്ട് അതിന്റെ ഉള്ളിൽ നിന്നൊരു റൂം പോലെ, ഒരു ഗുഹ പോലെ ഒരു ഭാഗം ഉണ്ടാക്കിയിട്ടുള്ള കബറാ. ആ കബറിലേക്ക് ഈ മനുഷ്യനെ എങ്ങ് വെച്ചപ്പോൾ, ഈ മനുഷ്യന്റെ മയ്യത്ത് എങ്ങ് വെച്ചപ്പോൾ വാനലോകത്ത് നിന്ന് വിളിച്ചു പറയുന്നു, വാനലോകത്ത് നിന്ന് വിളിച്ചു പറയുന്ന ശബ്ദം കേൾക്കുന്നു. കബറിലേക്ക് വെച്ചിരിക്കുന്ന മനുഷ്യനെ കുറിച്ചറിയോ, അയാളെ കഫൻ തുണിയെ കുറിച്ചറിയോ, അയാളെ ബഹുമാനത്തെ കുറിച്ചറിയോ, അള്ളാന്റെ വജിഹിനെ കരുതി ആരും അറിയാതെ സ്വലാത്ത് ചൊല്ലിയ മനുഷ്യനോ, സ്വലാത്ത് അധികരിപ്പിച്ച മനുഷ്യനോ, സ്വലാത്ത് കൂടുതൽ പതിവാക്കിയ മനുഷ്യനോ, അതിന് അള്ള കൊടുത്ത പവറാ, അള്ള കൊടുത്ത ആദരവാ. ഉമ്മമാരെ, ചോറുണ്ടാക്കുമ്പോ ഈ വെറുതെ സമയം കളയണ്ട. പെങ്ങന്മാരെ, ചായ വെക്കുമ്പോ സമയം വെറുതെ കളയണ്ട. ചൊല്ലിക്കോ സ്വലാത്തു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവർക്കും അറിയുന്ന സ്വലാത്തല്ലേ. നീ ചായ കാച്ചുമ്പോ ചൊല്ലിക്കോ, ചോറ് വെക്കുമ്പോ ചൊല്ലിക്കോ, വീടടിച്ച് വരുമ്പോ ചൊല്ലിക്കോ, നീ വീട്ടു ജോലി എടുക്കുമ്പോ ചൊല്ലിക്കോ. വെറുതെ നീ സമയം കൊന്നു കളയണ്ട, വെറുതെ സമയം നശിപ്പിച്ച് കളയണ്ട.
അള്ളാഹുവിന്റെ വജികനെ കരുതി, റബ്ബിന്റെ പ്രീതി കരുതി, അള്ളാഹുവിന്റെ പൊരുത്തം കരുതി നീ സ്വലാത്തിനെ അധികരിപ്പിച്ചു. അത് നിന്റെ ജീവിതത്തില് വിജയത്തിന് കാരണമാണ്. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു പുരുഷൻ വന്നു. റജുലുൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു പുരുഷൻ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്ന ഒരാൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുക്കലേക്ക് വന്നു. വഖാല, എന്നിട്ട് അയാൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇന്നീ അക്തറു സ്വലാത്ത അലൈക യാ റസൂലല്ലാഹ്, ഞാൻ ധാരാളം സ്വലാത്ത് അധികരിപ്പിക്കുന്നുണ്ട് നബിയേ. ഫകം അജ്അലു ലക മിൻ സ്വലാത്തി,